ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മെഗാസ്റ്റാർ ലെജൻഡറി ആക്ടർ ശ്രീ മമ്മൂട്ടിയെക്കുറിച്ച് ചില കിംവദന്തികൾ ഇന്ന് 16/3/2025 ഞായറാഴ്ച ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിലൂടെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ശ്രീ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചുവെന്നും അദ്ദേഹം ക്യാൻസറിൻ്റെ പിടിയിലായി എന്നും അദ്ദേഹം അതിൻ്റെ ചികിത്സയ്ക്കായി അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും ഏതാണ്ട് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങുകളെല്ലാം ബ്രേക്ക് ചെയ്ത് അദ്ദേഹം ചികിത്സയ്ക്കായി മാറി നിൽക്കുകയാണെന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ശരിക്കും കൃത്യമായിട്ടുള്ള അറിവോടെ പ്രചരിപ്പിക്കുന്ന ന്യൂസല്ല. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടന് ലോകവ്യാപകമായിട്ട് ഒരുപാട് ആരാധകരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകരെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഇനി മമ്മൂട്ടിയെ തന്നെ മമ്മൂക്കയ്ക്കും മാനസികമായിട്ട് ഇങ്ങനെയുള്ള ന്യൂസുകൾ അദ്ദേഹം കേട്ട് കഴിഞ്ഞാൽ മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടാവും. ഇല്ലാത്ത രോഗം കൂടി അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ ആരെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞ് കേട്ട് അറിഞ്ഞ് അങ്ങനെയുള്ള ന്യൂസുകൾ ദയവായിട്ട് പ്രചരിപ്പിക്കാതിരിക്കുക. ഇതിനെതിരായിട്ട് ഇപ്പോൾ മമ്മൂക്കയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് മലയാളത്തിൻ്റെ മെഗാസ്റ്റാറിൻ്റെ PR ടീം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്ന് അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. മമ്മൂട്ടിക്ക് ഇപ്പോൾ 73 വയസ്സായി. 73കാരനായ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചതായും അതിൻ്റെ ചികിത്സയ്ക്കായി മമ്മൂട്ടി തൻ്റെ സിനിമ ചിത്രീകരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നുമായിരുന്നു വാർത്തകൾ. എന്നാൽ ഇത് ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും വാർത്ത സത്യമല്ലെന്നും മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്നും അവർ പുറത്തുവിട്ട് കഴിഞ്ഞു. PR ടീം പുറത്തുവിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത് വന്ന ന്യൂസാണ്. പിന്നെ എൻ്റെ വ്യക്തിപരമായുള്ള അന്വേഷണത്തിലും എനിക്കറിയാൻ കഴിഞ്ഞ അങ്ങനെയാണ്. സംഭവം ഇതാണ്: അദ്ദേഹം ഈദുൽ ഫിത്തർ, അതായത് റമളാൻ എന്നൊക്കെ പറയുന്ന ഈദുൽ ഫിത്തർ, റംസാൻ എൻ്റെ വ്രതാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും അല്ലെങ്കിൽ ഷൂട്ടിങ്ങുകൾക്ക് താൽക്കാലികമായിട്ട് ഷൂട്ടിങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നും അതുകൊണ്ടാണ്, അതായത് ഈദുൽ ഫിത്തറിൻ്റെ വ്രതവുമായി ബന്ധപ്പെട്ടിട്ടാണ്, നൊയമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം സിനിമകളുടെ തിരക്കേറിയ ഷെഡ്യൂളുകളിൽ നിന്ന് ഇടവേള എടുത്തതെന്നും മമ്മൂട്ടി വളരെ ആരോഗ്യവാനായിരിക്കുകയാണെന്നും റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അദ്ദേഹം മോഹൻലാലും നയൻതാരയൊക്കെ അഭിനയിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും നയൻതാരയും ഒക്കെ ഒരുമിച്ച് വരുന്ന മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിൽ മോഹൻലാലിനൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ദയവായിട്ട് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ എടുത്ത് വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഉള്ള ഒരു ഒരു സെലിബ്രിറ്റിയെ മാനസികമായി തകർക്കുന്ന രീതിയിൽ ഉള്ള വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. അത് പല രീതിയിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ഒരു പ്രേക്ഷകനെന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആളെന്ന രീതിയിലാണ് ഞാൻ ഈ ന്യൂസ് വിടുന്നത്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ദയവായിട്ട് ഫേക്ക് ന്യൂസുകൾ നമുക്ക് പെട്ടെന്ന് കേട്ടു, അവിടുന്ന് ഒരു ന്യൂസ് കേട്ടു, അതപ്പോൾ തന്നെ എടുത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ദയവായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. മമ്മൂക്കയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ കണ്ടൻറ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ്. Goodbye.